നമ്മളില്ലേ മറ്റേ ഇതിലോട്ട് അല്ലാതൊക്കെ കണ്ടിട്ടില്ലേ ഇവിടെ ഇങ്ങനെ വന്നു അവിടെ കൊള്ളത്തില്ല. ഉണ്ടല്ല ചേച്ചി ആ ഗ്ലാസ്സിന് അകന്നാണ്. ഞാൻ മുങ്ങിപ്പോവാണ് ആരെങ്കിലും ചാടിക്കറ കേട്ടോ കൂട്ടത്തിൽ. കിടക്കട്ടെ ഈ ഗ്ലാസ് എടുക്കുന്നത് മനസ്സിലായോ? അമ്മ മാറിക്കോ ബാക്ക്ഗ്രൗണ്ട് മാറിക്കോ മാറിക്കോ. അല്ലേട്ടാ കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി ചെയ്താലോ കമ്പികളുണ്ട്. ഇനി വെക്കുന്നതാണ് മെയിൻ കേട്ടോ. ഇനിയില്ലേ ഇനി കയറി വരണം. ഇവിടുന്ന് കയറി വരണം. ഈ സാധനത്തിൽ രണ്ട് കൈണ്ടും പിടിച്ച് കണ്ടില്ലേ സിനിമയിലൊക്കെ. നല്ല നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് വേണം ഈ മുടി കെട്ടാൻ. തിരിക്കരുത്. നല്ല ആറ്റിറ്റ്യൂഡിലായിട്ട് മുടി നനയ്ക്കും. ഓക്കെ അവിടെ നടന്നു വരുമോ പറയുമ്പോ നനച്ചിട്ട് മുങ്ങിട്ടോ. ഒന്നും അറിയില്ല. വണ്ടി ഓടിക്കില്ല, സൈക്കിളോട്ട് അറിയില്ല, നീന്താൻ അറിയില്ല. ഇല്ല സൈക്കിളോട്ട് അറിയാം. വണ്ടി ഓടിക്കാൻ ഞാൻ ഓടിച്ചതാ. അതും പോയി എവിടെയൊക്കെ വീണ്. ഇനി സാരി അല്ലേ, ഇനി ഏത് സാരി എടുക്കണ്ടേ? നല്ല റിച്ച് ആക്കി. കേറിക്കോ ആറ്റിറ്റ്യൂഡ് ഇട്ട് കയറണേ. ഇതേ അവിടെ തോട്ടം എന്താണെന്നറിയോ? ഇതിന്റെ ഏകദേശം അവിടെ നിന്ന് ഇരിക്കണ്ടേ ഇടുന്ന ഇത്ര ഇറങ്ങണം. ഒരു സ്റ്റെപ്പ് മേലെ മതിയോ? അല്ല ഒരു സ്റ്റെപ്പ് മേളിൽ അറിയാം. മാറണോ? യേശു മാറണോ? ഞാൻ മൊത്തം പൊങ്ങണ്ടല്ലോ. പൊങ്ങി വരണം ഫുള്ളായിട്ട്. ഞാൻ റെഡിയാ. ഇറങ്ങി വരണ്ടല്ലോ. ഇറങ്ങട്ടെ.
താഴ്ചയാണോ? ഇത് ഞാൻ മുങ്ങി പോകുന്ന എനിക്കൊരു പേടി. ഒരു കാലം കൂടെ വെച്ച് നോക്കും. കുഴപ്പമൊന്നുമില്ല, പിടിക്കാതെ കൈ പക്ഷേ കാല് മുട്ടിയാ താഴെ മുട്ടിയാ ഇത് കുഴപ്പമില്ല. അത്ര തന്നെ ഉള്ളൂ. എല്ലാവരും നന്നായി നീന്താൻ പാടാട്ടോ. എന്താ അറിയോ നീ നീന്താൻ അറിഞ്ഞോട്ടോ. അതായത് ആ ശരി, നീ ഇന്നലെ ഇറങ്ങി ആ മൂലയ്ക്ക് ഇനി മേളിൽ നിന്ന് ഇറങ്ങി വരണോ? അല്ല വേണ്ട, ഇത് എന്റെ അപ്പനെ അവിടുന്ന് മാറ്റി പറയുന്നു. തണുപ്പുണ്ടോ? ഇറങ്ങി നോക്ക്. കുളിക്കണം. എടാ ഇവളൊന്ന് നടക്കട്ടെ, നടന്നോട്ടെ. അമ്മ അമ്മ ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണോ? അത് ഇവിടെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയോ? അവിടെ നിൽക്കാം. ഇവിടുന്ന് നമുക്ക് ആ കോർണർ ഇങ്ങനെ അങ്ങോട്ടോടെ പോയിക്കോളും, ബ്ലറായി പോയിക്കോളും. ഇതെന്താ ചെയ്യണ്ട? അവിടെ കൊണ്ട് വെക്കണം ആദ്യം. അത് വെക്കാം. ആ മൂടി വെള്ളം 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 ചാടിക്കിടക്കും. ആ ഇതാണോ സ്വിമ്മിംഗ് പൂൾ? വീട്ടിലുണ്ടോ? അതെ പറയണം പറയണം. നേരെ എടുക്കും. അച്ഛനോ അടക്കുന്നോളാം. ക്യാഷിലൊക്കെ എടുക്കുന്നോണ്ട് എടുക്കും കേട്ടോ. എടുത്തോ. ആ ദൂരെ പോലെ അടുത്തൊന്നും കണ്ടിപ്പോണോ പ്രശ്നം നോക്കിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് ഇവിടെ എടുത്ത് വെക്കണത്. ഇത് അങ്ങോട്ട് ഊരി വരും. ഓക്കേണാ? സത്യമായിട്ട് ഊരി വരുന്നു ചേട്ടാ. ഇത് പൊങ്ങി വരുമ്പോ കണ്ണാടി നിലത്ത് പോകും. അതാണ് പ്രശ്നം. പൊക്കട്ടെ. ക്യാമറ റെഡി, ആക്ഷൻ. ഒന്നുകൂടെ നിനക്ക് ഫ്രെയിം കിട്ടോ? അത് മെയിനാണ് കേട്ടോ കയറി വരുന്നത്. കയറി വന്നിട്ടില്ലേ? ഇവിടെ നോക്കും. കയറി വന്നിട്ടില്ലേ? ഇവിടെ കയറി സ്റ്റെപ്പിൽ കാല് വെച്ച് ലാൻഡ് ആയതിനു ശേഷം ഡ്രസ് ചെറുതായിട്ടൊന്ന് ഇതാക്കണം. പിരിയണം. ആ അല്ല, പിടിയരുത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു വിടും. ആ വെച്ചാൽ വലിച്ച് ഒരുപാട് ഓവറായിട്ട് വലിക്കരുത്. ജസ്റ്റ് ഒന്ന്
പക്ഷെ പറയുക കുറേ ദിവസം കഴിക്കാം. കുറേ ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വണ്ണം കുറയ്ക്കും. ഇവിടെ പണി വരാം. അതിലുള്ള കുറേ സാധനങ്ങൾ കഴിച്ച് വണ്ണം കുറയ്ക്കാനുള്ള വെച്ച് വെച്ച് ഇത്ര മുടിയുള്ള കാരണം ഞാൻ ഒറ്റയ്ക്ക് പൊങ്ങിയ മുടി വരത്തില്ല കൂടെ. ഇപ്പൊ വന്നതുപോലെ വന്നാൽ മതി. പിന്നെ ചിരിക്കാം. കാണുന്നവർക്ക് ഏർപ്പെട്ടെന്നാണെന്ന് തോന്നുന്നു. മുങ്ങിക്കോ മുങ്ങിക്കോ. ഇപ്പൊ എന്തിനാണ് ചിരിച്ചത്? എന്തിനാണ് ചിരിക്കണ്ടായിരുന്നു? തന്നെ ചിരിയെന്ന്? അല്ല ഇനിയിപ്പോ ചിരി ഈ സൈഡിൽ കേട്ടിറങ്ങണ അല്ല ഇത് ഫുള്ളായിട്ട് അങ്ങനെ കാണുന്നില്ല. എത്ര വെള്ളമുണ്ട്? ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നെ എടുത്തോ. നീ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണ്ടേ? തണുക്കുന്നു തണുക്കുന്നു. നല്ല തണുപ്പായിരുന്നു. എപ്പോഴാ പുള്ള ഇറങ്ങിയിട്ടുള്ളത്? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാ? സ്കൂളിലൊന്നും പഠിക്കുമ്പോ ടൂറൊന്നും പോയിട്ട് ഇറങ്ങിയിട്ടില്ല? ആ ഉണ്ട്, വീഗാലാൻഡിലൊക്കെ പോയി ഇറങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് ഫസ്റ്റ് ടൈമാണ്. നീന്താൻ അറിയില്ല. പിന്നെ പഠിക്കാൻ പോയില്ല? കുളന്നില്ലേ വീടിൻ്റെ അവിടെ? ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വേമ്പനായിട്ട് കായല. എന്നിട്ട് കായലിലെ ആൾക്കാർ നീന്തല പഠിച്ചില്ല? കുട്ടനാടാണ് എൻ്റെ സ്ഥലം. കുട്ടനാട്ടിലെല്ലാവരും വന്നിട്ട് നീന്തല അറിയണത്. പക്ഷെ നീന്താറിയില്ല. എത്രയായി? 10ാം ക്ലാസ്സിലോ പഠിക്കുന്നു. സൈക്കിള് ചവിട്ടി നേരെ ആറ്റി പോയി. സൈക്കിളോടുകൂടി. എന്നിട്ട് മുങ്ങിപ്പോയി. ആരും കണ്ടില്ല. ഒരു വീടിൻ്റെ ഒരു റിസോർട്ടാണ് അത്. റിസോർട്ടിൻ്റെ വാതിക്കലെ കടവിൻ്റെ അപ്പുറത്താണ് വീണത്. സൈക്കിളെ ഇരുന്നുകൊണ്ട് സൈക്കിളുമായിട്ട് നേരെ വെള്ളത്തിലോട്ട് പോയി വീണത്. ആ സമയത്ത് മറ്റേ മഴയുടെ സീസണാണ്. മറ്റേ എന്താ ചെളിവെള്ളം പോലെ കിഴക്കൻ വെള്ളം വരുമല്ലോ, അങ്ങനത്തെ വെള്ളമാണ്. ഉപ്പ് വെള്ളമൊക്കെ കയറുന്നത്. അവിടെ വീണ് ഞാൻ മുങ്ങി കുറേ വെള്ളം കുടിച്ചു. എന്തോ ദൈവഭാഗ്യത്തിന് ആ വീണടുത്ത് അങ്ങോട്ട് ഒരു കല്ലുണ്ടായിരുന്നു. അവത്തെ ചവിട്ടി ഞാൻ ഒരു വീട്ടിൽ കരക്ക് കയറിയിരുന്നു. റിസോർട്ടിലെ ജോലിക്കാർ 3-4 ചേച്ചിമാർ ഒന്നിച്ചു എന്നാ പറ്റി എന്നാൽ അതിൻ്റെ ഭാഗത്തൊരു തെങ്ങുണ്ട് കടവിൻ്റെ അവിടെ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സൈക്കിളോട്ട് വെള്ളത്തിൽ വീണെന്ന് പറഞ്ഞു. സൈക്കിൾ ഓടിച്ച് വന്നപ്പോൾ അപ്പോൾ അവർ ശബ്ദം കേട്ടു. അവർ വിചാരിച്ച് തേങ്ങ വീണത്. അയ്യോ, പിന്നെ സൈക്കിളെല്ലാവരും കൂടെ അവരെടുത്ത് വന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചു. അതോടുകൂടി സൈക്കിളിൻ്റെ പരിപാടി കയറി.